പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരിക്കൽ കൂടി നമ്മളെ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയ ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ അങ്ങ് നൽകിയ വലിയ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈ പരിശുദ്ധമായ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ ദൈവം നൽകുന്ന വലിയ കൃപയെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഇനി മുതൽ ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈശോ തൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും യോഗ്യതയാൽ ലോകം മുഴുവൻ കരുണ വർഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാനും അനുഭവിക്കുവാനുമുള്ള കൃപയ്ക്കായി ഈ കരുണയുടെ മണിക്കൂറിൽ വളരെ പ്രത്യേകമായി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭൗതിക മേഖല ദൈവം ഏറ്റെടുക്കും. ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കേണ്ട, കർത്താവ് ആ മേഖല ഏറ്റെടുക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. സൗഖ്യം, കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമായിട്ട് തോന്നുകയില്ല. വന്ധ്യത എന്ന് പറഞ്ഞാൽ ഇനി അസാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിനി അസാധ്യമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഗർഭഛിദ്രമെന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങിയെങ്കിൽ അത് പരിപൂർണതയിലെത്തിക്കാൻ സാധിക്കാത്ത ചില അവസ്ഥയുണ്ടാവാം. അതാണ് പറയുന്നത്, അത് നിങ്ങളുടെ ഇടയിൽ ഇനി ഉണ്ടാവുകയില്ല. നിനക്ക് ദീർഘായുസ് തരും. മരണഭീതിയിലൊക്കെ കഴിയുന്ന മക്കൾക്ക് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പം നിനക്ക് ദീർഘായുസ് ലഭിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പ്രത്യേകം ലോകം മുഴുവൻ ദൈവം തിരഞ്ഞെടുത്ത് കരുണ വർഷിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആത്മാവിൽ ആരാധനയിലായിരിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നത്തെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനത്തിൽ 2 പുത്രന്മാരുടെ ഉപമയാണ് വചനം നമ്മളോട് പറയുന്നത്. ഇവിടെ 2 മനോഭാവമുണ്ട്. പിതാവ് ഒരു പുത്രനോട് പറയുന്നു, നീ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോവുക. മറ്റൊരു പുത്രനോട് പറഞ്ഞു അതേ കാര്യം തന്നെ. ആദ്യത്തെ പുത്രൻ പോകാമെന്നൊക്കെ സമ്മതിച്ചു, പക്ഷേ അദ്ദേഹം പോയില്ല. രണ്ടാമത്തെ പുത്രനാവട്ടെ ആദ്യം പോകത്തില്ലെന്ന് പറഞ്ഞു, പക്ഷേ അവൻ പോയി. 2 മനോഭാവമാണ് നമുക്ക് ഈ തിരുവചന ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ പുത്രൻ പോകാമെന്ന് പറഞ്ഞു, പോയില്ല. പക്ഷെ അതൊരു തെറ്റായിട്ട് അവന് തോന്നിയില്ല. പക്ഷേ രണ്ടാമത്തെ പുത്രൻ പറഞ്ഞു, ഞാൻ പോവില്ല. പക്ഷേ പിതാവിൻ്റെ വാക്ക് കേൾക്കാത്തതിൽ അവൻ അസ്വസ്ഥതയുണ്ടായിട്ടുണ്ടായിരിക്കാം, അവനൊരു വിഷമമായി മാറിയിരിക്കാം. അതുകൊണ്ട് അവൻ അനുതപിച്ച്
അവൻ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കൃപ, ഒരു തെറ്റുപറ്റിയാൽ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയാൽ അതിൽ അനുതപിച്ച് തിരിച്ചു വരുവാനുള്ള കൃപ നമുക്ക് വളരെ അത്യാവശ്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുവചനം: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് പല ഭക്ത കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ലോക കാര്യങ്ങളിലാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ സ്വരം കേൾക്കാൻ സാധിച്ചെന്ന് വരില്ല. ഈ സ്വരം കേൾക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ പോകുന്ന വഴി തെറ്റാണ്, നിന്റെ വഴി അതല്ല, നീ ഇതിലേ പോവുക എന്ന് ദൈവസ്വരം കേൾക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെയായിരിക്കും. എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെങ്കിൽ ആ നിമിഷം മനസ്സാക്ഷി നമ്മളോട് സംസാരിക്കും, ഇത് തെറ്റാണ്, നീ അനുതപിക്കണം, നീ ദൈവത്തിലേക്ക് തിരിയണമെന്ന് ഒരു ബോധ്യം നമുക്കുണ്ടാവണമെങ്കിൽ ആ ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കണം നമ്മൾ. നമുക്കറിയാം, പലവിധ ജീവിത അന്തസ്സുകളുണ്ട്. വൈദികരായിട്ടുള്ളവരുണ്ട്, സന്യസ്തരുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. ദൈവം ചില പ്രത്യേകമായിട്ട് ചിലരെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്കും ഇത് സാധ്യമാണ്. ദൈവത്തിൻ്റെ സ്വരം, ആ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുവാൻ എല്ലാവർക്കും ഒരുപോലെ സാധിക്കും. ആ ഒരു കൃപ നമ്മൾ നേടിയെടുക്കണം. കാരണം നമ്മൾ കൂടുതലും ജീവിക്കുന്നത് ലോകത്തിലാണ്. ദൈവസ്വരം കേൾക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുള്ള, പ്രയാസമേറിയ ഒരു കാര്യമാകാം. പക്ഷെ എപ്പോഴും നമ്മൾ ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അയാളുടെ സ്വരം നമുക്ക് പരിചിതമാവും, നമുക്ക് കേട്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞത്, നീ നിന്റെ നന്മ തിന്മകൾ തീരുമാനിക്കരുത്. അതുകൊണ്ടാണ് നന്മ തിന്മകളുടെ ഫലത്തിൽ, വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് നീ പറിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയല്ല ദൈവത്തിൻ്റെ ശരി. നമ്മളോർക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പം ശരിയായിരിക്കുമെന്ന് തോന്നും, പക്ഷേ അതായിരിക്കത്തില്ല ദൈവത്തിൻ്റെ ശരി. അപ്പോൾ ദൈവസ്വരം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും, ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഞാനൊരു കാര്യം ചെയ്താൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് അനുഭവിച്ച് തിരിച്ചു വരുവാനാണ് ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തെ പുത്രൻ്റെ കാര്യം അറിയാം. അവൻ്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ പോകാം, പക്ഷെ അവൻ പോയില്ല. രണ്ടാമത്തെ പുത്രനാവട്ടെ, അവൻ പോകത്തില്ലെന്ന് പറഞ്ഞു, പക്ഷേ പോയി. കാരണം അവനൊരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് അവൻ്റെ അപ്പന്, അവൻ്റെ ദൈവത്തിന് അത് വേദനയായി മാറുമെന്ന് അവന് തിരിച്ചറിയുമ്പം അവൻ അനുതപിക്കുവാനുള്ള കൃപ ലഭിച്ചു. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് നമ്മളെ നമ്മുടെ ദൈവത്തിന് വേദനിച്ചെങ്കിലാണ് നമ്മളിൽ അനുതാപമുണ്ടാവുന്നത്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും ചില സമയത്ത് നമുക്ക് ചില വീഴ്ചകളുണ്ടാവും. ആ വീഴ്ചകൾ ഉണ്ടായാൽ അത് തിരിച്ചറിയുവാനുള്ള ഒരു കൃപ, ഒരു അനുതാപത്തിൻ്റെ കൃപ നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ജെറമ്യാ പ്രവാചകനിലൂടെ നമ്മുടെ പിതാവായ ദൈവം വളരെ വ്യക്തമായി രണ്ട് തിന്മകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരപ്പൻ്റെ മനസ്സ്, ഒരപ്പൻ്റെ വേദന അവിടെ കാണാൻ പറ്റും. തൻ്റെ ജനത്തെ പറ്റിയുള്ള ഒരു അപ്പൻ്റെ വേദന അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. ജെറമ്യാ പ്രവാചകൻ 2-ാം അധ്യായം 13-ാം തിരുവചനം: എൻ്റെ ജനം രണ്ട് തിന്മ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ച ഒരു ജനം. ഇന്നത്തെ ഉപമയിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ച ഒരു മകൻ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകാൻ അപ്പം പറഞ്ഞപ്പോൾ അവൻ്റെ ഇഷ്ടമാണ് നിറവേറ്റിയത്. നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ആരുടെ ഇഷ്ടമാണ് നടക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അതോ എൻ്റെ ഇഷ്ടമാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ഇത് വളരെ വ്യക്തമായി സുവിശേഷം നമ്മളോട് പറഞ്ഞു തരുന്ന മറ്റൊരു ഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ.
സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ച ഒരു മകൻ, ദൈവ സാന്നിധ്യത്തിൽ നിന്നകന്ന് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചവൻ. പക്ഷേ ദൈവകരുണ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന് സുബോധം ലഭിച്ചുവെന്നാണ് വചനം പറയുന്നത്. വലിയ ഒരു കൃപയാണ് ഈ സുബോധമെന്ന് പറയുന്നത്. നമുക്ക് ഈ ബോധമുണ്ടാകുന്ന ഒരു തലമുറയുണ്ടാവാം. പക്ഷെ സുബോധമെന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടം തിരിച്ചറിയുവാനുള്ള ഒരു കൃപ അതവനുണ്ടായി. അവന് മനസ്സിലായി മറ്റെവിടത്തേക്കായാലും അവന് സുഖമായും സന്തോഷമായും ജീവിക്കാൻ സാധിക്കുന്നത് അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലാണെന്നുള്ള അവൻ്റെ തിരിച്ചറിവ് അവനെ പിതാവിലേക്ക്, അപ്പനിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ആ ഒരു കൃപ നമുക്കുണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സുബോധത്തിനായിട്ട്, സുബോധമുള്ള ഒരു തലമുറ വളർന്നു വരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ കരുണയുടെ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് നമ്മൾ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രവണതയെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവിടെ വചനം പറയുന്ന ഒരു പ്രത്യേകം ആൾക്കാരെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ദൈവകൽപ്പനകൾ ലംഘിച്ചാൽ നിങ്ങൾക്ക് ശാപം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വചനഭാഗത്ത് അവിടെ ഒരു കൂട്ടരെക്കുറിച്ച് വചനം ഇപ്രകാരമാണ് പറയുന്നത്: കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ചിലർ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എങ്ങനെ നടന്നാലും സുരക്ഷിതനായിരിക്കും എന്നും പറഞ്ഞ് അവർ തങ്ങളെ തന്നെ ആശീർവദിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് വചനം നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് കരുതുന്ന ഒരു സമൂഹം. അങ്ങനെ ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ട്. ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, പള്ളിയിൽ തന്നെ പോയി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലമുറ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനം എഴുതി വച്ചിരിക്കുകയാണ്, സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും ഞാൻ സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ ആശീർവദിക്കുന്ന ഒരു സമൂഹം. അവർ എന്ത് അപകടത്തിലേക്ക് അകന്നു പോകുന്നതെന്ന് അവർക്കറിയില്ല. കാരണം അതാണ് ധൂർത്തപുത്രൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞായിരിക്കാം ഒരുപക്ഷെ അനുതാപത്തിൻ്റെ കൃപ കിട്ടുന്നത്. നമ്മൾ ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചോണം, കർത്താവേ നിൻ്റെ സ്വരം കേട്ട് നിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ നീ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം പത്രോസിന് ഈശോ കൃത്യമായ ഉപദേശം കൊടുത്തതാണ്, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞില്ല, എന്തു വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല, എൻ്റെ ജീവൻ തന്നെ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് ഈശോ പറഞ്ഞപ്പം പത്രോസ് അത് കേട്ടില്ല. പക്ഷേ 3 പ്രാവശ്യം പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. അത് 3-ാമത്തെ പ്രാവശ്യം തള്ളിപ്പറഞ്ഞ നിമിഷം ഈശോ പറഞ്ഞ വാക്ക് അവൻ ഓർത്തു. ഈശോ പറഞ്ഞ വാക്ക് അവൻ ഓർത്തു. അപ്പോഴാണ് ചില കാര്യങ്ങളിൽ ഈശോ മുന്നറിയിപ്പ് നൽകി. ദൈവം നമ്മളോട് സംസാരിക്കും. ആ സമയത്ത് നമ്മളത് കേൾക്കില്ല. പക്ഷേ ഒരു ദുരന്തം, ഒരു വേദന വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നത്, അന്ന് വചനം കേട്ടപ്പം, അന്നൊരു ധ്യാനം കൂടിയപ്പം, അന്നിങ്ങനെ ഞാൻ കേട്ടതായിരുന്നു, അന്നത് ഞാൻ വിലക്കെടുത്തില്ല, ഇന്ന് ഞാനത് തിരിച്ചറിയുന്നു. ഇങ്ങനെ പറയുന്ന പലരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഏത് അവസ്ഥയിലാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. കാരണം ഈ ഉപമയിൽ തന്നെ പറയുന്നുണ്ട്, നീതിയുടെ മാർഗത്തിൽ യോഹന്നാൻ സമീപിച്ചപ്പോൾ ആരും വിശ്വസിച്ചില്ല, പക്ഷേ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അവർക്കറിയാം അവർ പാപികളായിരുന്നുവെന്ന്. ഇന്ന് എല്ലാവരും നമ്മൾ നീതിമാന്മാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിൽ ഒരു കൂട്ടർ പറയുകയാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ബർത്തിമേയോസൊക്കെ ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞത്, ദാവീദിൻ്റെ പുത്ര പാപിയായ എന്നിൽ കനിയണമേ. ആ ഒരു ബോധ്യം അവനുണ്ടായി. അതുപോലെ ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും ഉപമയൊക്കെ നമുക്കറിയാം. തന്നെ തന്നെ ന്യായീകരിച്ച ഫരിസേയൻ, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ചുങ്കക്കാരൻ പറയുകയാണ്, അവൻ ദൈവത്തിലേക്ക് നോക്കാൻ തന്നെ മടിച്ച് താണു വീണ് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന. അവൻ തിരിച്ചറിഞ്ഞു അവൻ്റെ റിയാലിറ്റി, അവൻ ഏത് അവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഒരു അനുതാപമാണ് അവനെ നീതീകരിച്ചത്. ആ ഒരു ബോധ്യമുണ്ടാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ വളരെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പാപബോധമില്ലാത്തൊരു തലമുറയാണ് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ്റെയും കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ കർത്താവേ, ലോകത്തിന് ജനത്തിന് പാപബോധം ഉണ്ടാവാനുള്ള ഒരു വലിയൊരു കൃപ ഈ മണിക്കൂർ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, ഒരു പാപബോധമുള്ള ഒരു തലമുറ വളർന്നു വരുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം നൽകും. ഒരു കൃപയ്ക്കായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും